ഹലോ. പറയൂ. അസ്ലം പറയൂ. അല്ല, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അതിന് പൊട്ടത്തരം നിങ്ങളുടെ ചോദ്യം നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ അത് പൊട്ടത്തരാണോ വട്ടത്തരാണോ എന്നുള്ള മറുപടി അല്ല എനിക്ക് കിട്ടേണ്ടത്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരം എനിക്ക് കിട്ടേണ്ടത്. ആയിക്കോട്ടെ. ഞാൻ അതിന് കൃത്യമായിട്ട് എന്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി നിങ്ങൾ അറിവല്ല ഇസ്ലാമിൽ പ്രൂഫ് അല്ല. ഞാൻ പെങ്ങളെടുത്ത് ഒരു മിനിറ്റ് അസ്ലമേ, ഞാൻ പെങ്ങളെടുത്ത് എനിക്ക് അറിയാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയും എന്ന് പറയുന്നത് വിഡിത്തല്ലേ? എന്റെ അറിവ്, ഞാൻ പഠിച്ചത്, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു മിനിറ്റ് അല്ല ഒരു മണിക്കൂർ പറഞ്ഞോളൂ, നേരം വെളുക്കോളം പറഞ്ഞോളൂ, ഞാൻ ഇരുന്ന് കേൾക്കാം. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് തിരിച്ച് പറയുമ്പോൾ അത് മാന്യമായിട്ട് കേൾക്കാനുള്ള തയ്യാറെടുപ്പ് നിങ്ങളും വേണം. അതായത് നിങ്ങൾ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് പറയും? എനിക്ക് അറിയില്ല എന്ന് പറയും. ഞാൻ അറിയുന്നവരടുത്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ പറയാന്ന് പറയും. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പഠിച്ച അറിവിൽ നിന്നാണ് നിങ്ങൾക്ക് മറുപടി പറയേണ്ടത്. അതല്ലേ അതിന്റെ മാന്യത? ശരി. ആദ്യം നിങ്ങൾ ചോദ്യം ചോദിക്കുക വ്യക്തമായിട്ട്. ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. മലയാള ഖുത്ബ നടത്താൻ ഇസ്ലാമിൽ മലയാള ഖുത്ബ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത് മലയാളം ഖുത്ബ നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് താങ്കൾ വിളിച്ചത്. അപ്പോൾ ശബ്ദം ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വിളിച്ചു. എവിടെയാണ് നിങ്ങൾക്ക് തെളിവ് വേണ്ടത്? അതായത് മലയാള ഖുത്ബ നടത്താൻ ഇസ്ലാമിൽ എന്താ? അതന്നെ മലയാളം ഖുത്ബ നടത്താൻ തെളിവ് നിങ്ങൾക്ക് എന്തിൽ നിന്നാണ് വേണ്ടത്? എനിക്ക് ഖുർആനിൽ നിന്ന് വേണോ, അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് വേണോ, അല്ലെങ്കിൽ ഇജ്മാഇൽ നിന്ന് വേണോ, അല്ലെങ്കിൽ ഖിയാസിൽ നിന്ന് വേണോ? അപ്പോ മൂലപ്രമാണമായ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ് നിങ്ങൾ സ്വഹീഹും ലഈഫും ഒക്കെ എടുക്കൂലേ? മൗലൂ ഒക്കെ എടുക്കൂലേ? എങ്ങനെ? അല്ല, നിങ്ങൾക്ക് സ്വഹീഹ് തന്നെ വേണമെന്നില്ലല്ലോ, മൗലൂവോ ലഈഫൊക്കെ ആയാലും പോരെ? അല്ല, എന്താ അങ്ങനെ പറഞ്ഞത്? സ്വഹീഹ് തന്നെ വേണോ? അല്ല, അത് ആക്കിയ വർഷത്തിലുള്ള അല്ലല്ലല്ല, ഒരിക്കലും അല്ല. ഒരു മിനിറ്റ്. നിങ്ങൾ ആദ്യം ഒരാളോട് സംസാരിക്കാൻ പഠിക്കും. എന്നാ നിങ്ങൾ ഒരാളോട് ചോദ്യം ചോദിക്കാനും നിങ്ങളും പഠിക്കണം. മലയാളം ഖുത്ബയെ അസ്ലമേ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വിളിച്ചിക്ക, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാൻ വിളിച്ചിക്ക? നിങ്ങൾ എന്നെ പഠിപ്പിക്കാനല്ല. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വിളിച്ചിക്കാണോ അസ്ലമേ? നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വിളിച്ചതാണോ അതോ ചോദ്യം ചോദിക്കാൻ? അല്ല, നിങ്ങൾ പഠിപ്പിച്ചോളി. നിങ്ങൾ നേരിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് പറയും, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ നിങ്ങളെ മുമ്പിൽ നിങ്ങളുടെ ശിഷ്യനായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഈ സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ കയറി കലകല പറയല്ലേ? നിങ്ങൾ എന്നെ ചോദ്യം ചോദിച്ച് മുട്ടിക്കാൻ വിളിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിന് ഇടയിൽ കയറി ഇങ്ങനെ കലകലേന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അസ്ലമേ, നിങ്ങൾ എന്നെ ചോദ്യം ചോദിച്ച് മുട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമല്ല. അസ്ലം എന്ന് പറയുന്ന കോഴിക്കോട് നിന്ന് വിളിച്ച മുഹമ്മദ് അസ്ലമെ, താങ്കളോട് എനിക്ക് പറയാനുള്ളത്, മലയാളം ഖുത്ബ ചൊല്ലാൻ തെളിവുണ്ടോന്നാണ് നിങ്ങൾ ചോദിച്ചത്. ഞാൻ അതിന് മൂലപ്രമാണമായ പരിശുദ്ധ ഖുർആന് പിന്നെ സ്വഹീഹന്നെ വേണോ എന്ന് ചോദിച്ചത് പല കാര്യങ്ങൾക്കും സ്വഹീഹല്ലാത്ത ലഈഫായ ഹദീസുമായിട്ട് നടക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ പിന്നെ ഇജ്മാവോ ഖിയാസോ വേണമെന്നാണ് താങ്കൾ പറഞ്ഞത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് അങ്ങനെയൊന്നും കൂട്ടണ്ട. നമുക്ക് ഈ ഏഷ്യയിൽ കുറെ അറബ് രാഷ്ട്രങ്ങളും മറ്റും ഒക്കെ ഉണ്ട്, അതും കൂട്ടണ്ട. ഇന്ത്യ മഹാരാജ്യം കൂട്ടാം. ഇന്ത്യയിൽ ഒരു കോണിലാണ് നമ്മൾ കിടക്കുന്നത്. ഏത്? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന ഇന്ത്യയിൽ ഒരു കോണിലാണ് നമ്മൾ കേരളത്തിൽ കിടക്കുന്നത്. ഈ കേരളത്തില് മലയാളികൾ എന്ന് പറയുന്ന സമൂഹം സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം. ലോകത്ത് 900 ഭാഷകളുണ്ട്, ഇല്ലേ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എത്രയെങ്ങാനും ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. അതില് തമിഴും ചോദിക്കാണ്, അല്ല തമിഴില് കുത്തുബ അല്ലാണ്ട് തെളിവുണ്ടോ? അപ്പുറത്ത് കന്നഡക്കാരൻ ചോദിക്കാണ്, അല്ല നിക്ക് നിങ്ങൾ സംസാരിക്കുന്നതിന്റെ നിങ്ങൾ ചോദിച്ചതിന് മറുപടി അറിയട്ടെ. അപ്പോ അല്ല, ഇന്ത്യയുടെ രാഷ്ട്രഭാഷ പിന്നെ ഹിന്ദിയാണ്, ഹിന്ദിയിൽ പിന്നെ കുത്തുബ അല്ലാണ്ട് തെളിവുണ്ടോ? ഇങ്ങനെ എഴുതാതിരുന്നു കഴിഞ്ഞാൽ എത്ര കിതാബ് വേണം ഓരോ ഭാഷക്കും തെളിവ് എഴുതാന്? എന്ത് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണം അസ്ലമേ? ആയിക്കോട്ടെ. ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ചോദ്യം ചോദിക്കുന്നേ നിങ്ങൾ എന്താ പറയുക? ഞാൻ എന്ത് പൊട്ടൻ ചോദ്യമാണ് ചോദിച്ചത്? അതന്നെയല്ലേ ഞാൻ തെളിയിച്ചത്. ഇന്ത്യക്കാർക്ക് മാത്രം എത്ര തെളിവ് എഴുതണം?
അപ്പൊ ലോകത്തിന് മൊത്തം എത്ര തെളിവുകൾ എഴുതിണ്ട്? നിങ്ങൾ ചോദിച്ചതില് ചോദ്യം ശരിയല്ല. മലയാളത്തിൽ കുത്തുബ ചെല്ലാൻ തെളിവുണ്ടോന്ന് നിങ്ങൾ ചോദിച്ചു. അത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം. ഇന്ത്യയിൽ തന്നെ ലിപികൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ട് അനേകം ഭാഷകളുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ലോകത്ത് അനേകായിരം ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതിൽ ലിപി ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഇന്ത്യയിൽ അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ ചോദ്യവും പറച്ചിലും ഇതൊന്നുമല്ല. ഇവിടെ മലയാളത്തിൽ കുത്തുബയെല്ലാം തെളിവുണ്ടോന്ന് നിങ്ങൾ ചോദിച്ചേ. അപ്പൊ ലോകത്തുള്ള 900 ഭാഷകൾക്കൊക്കെ പാടെ തെളിവ് എഴുതണ്ടേ? ഈ മലയാളത്തിന് മാത്രം എന്താ അത്ര പ്രത്യേകത? നിങ്ങളും ഞാനൊക്കെ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ മലയാളം പറയണു. അപ്പോ മലയാളത്തിന് എന്ത് പ്രത്യേകതയാണ്? നിങ്ങൾ ആ ചോദിച്ചതില് ആ ചോദ്യം അങ്ങനെയല്ല ചോദിക്കട്ടെ. പറഞ്ഞോളി. അത് പൊട്ടൻ ചോദ്യമായിട്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ സമ്മതിച്ചു. പറഞ്ഞോളി. അത് പൊട്ടൻ ചോദ്യമായിട്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ സമ്മതിച്ചു. ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചു. അത് പറ്റൂല. അത് പറ്റൂല. അസ്ലമേ ഞങ്ങളെ പേര് വിളിക്കുന്ന ഞാൻ സംസാരിക്കുന്നത് മൻസൂർ മണ്ണാർക്കാട് എന്താ പറഞ്ഞത്? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പറയാ എനിക്ക് അറിയില്ല, ഞാൻ അല്ല. നിങ്ങളൊരു ചോദ്യം ചോദിച്ചത് ശരിയല്ല എന്നാ പറയണത്. നിങ്ങളെ ചോദ്യം ശരിയല്ല. അത് നേരെ ചോദിക്കും. എന്റെ ശരിയും തെറ്റും തീരുമാനിക്കല് നിങ്ങളല്ലല്ലോ, ഞാൻ തന്നെയാണ്. എന്നോട് ചോദിക്കണ അസ്ലമേ, ഇജ്ജിന്റെ ഫോണിക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ചോദ്യം ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയും. ഞാൻ നിങ്ങളെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് കാലുമക്കാലും കയറ്റി വെച്ചിരുന്നിട്ടല്ല വർത്താനം പറയണേ. നിങ്ങളും ഞാനും ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്. എന്നോട് ചോദ്യം എന്നെ വട്ടം കറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വന്നാണ്. എന്നാ പൊന്നു സഹോദര അസ്ലമേ, ഇനി എന്നോടെന്നല്ല ആരോട് ചോദിക്കുമ്പോഴും മാതൃഭാഷയിൽ കുത്തുബ ചൊല്ലാൻ എന്താണ് തെളിവ് എന്നാ ചോദിക്കണ്ടേ? ഇപ്പൊ മനസ്സിലായോ? അല്ലാണ്ട് ഹിന്ദിയിലും ഉറുദുവിലും തമിഴിലും കന്നഡയിലും അല്ല പഠിപ്പിക്കല് വേണ്ടെന്നുണ്ട്. ഇങ്ങോട്ട് മാന്യമായിട്ട് ചോദിച്ചില്ല. തെറ്റാണ് ചോദിച്ചത്, തെറ്റ് തിരുത്തുക തന്നെ ചെയ്യും. അല്ലല്ലല്ലല്ല അസ്ലമേ, എന്താ തെളിവുണ്ടോ? പൊന്നു മോനെ, ആ ചോദ്യം തെറ്റാണ്. പിന്നെന്താണ്? എന്നാ കാക്കുവോ? നമ്മളവിടെ കാക്കാന്ന് വല്യപ്പാന്ന് വിളിച്ചാലോ? അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പിന്നെ അസ്ലമേ, നിങ്ങളുടെ ചോദ്യം പ്രസക്തമല്ല. ആ ചോദ്യം വ്യക്തമല്ല. നിങ്ങളെന്താ പറഞ്ഞത്? അത് പൊട്ടൻ ചോദ്യമാണ്. അത് 101% പൊട്ടൻ ചോദ്യമാണ്. നിങ്ങളെ മന്ദബുദ്ധി കൊണ്ട് ചിന്തിക്കണമെന്നല്ല. അതാണ് ഞാൻ സുന്നിയാണ് എന്റെ പൊന്നാര ബ്രോ. ഞാൻ സുന്നിയാണ്. അതില് സുന്ന പലിച്ചമ നിങ്ങൾ സുന്നിയാണ് തലയിൽ ആൾക്കാർ. അപ്പൊ അനക്കിപ്പോ കുത്തുബയുടെ തെളിവ് വേണ്ടേ? ഞാൻ നിങ്ങളെ അനക്കെന്ന് പറഞ്ഞില്ലല്ലോ. എന്താ അനക്കെന്ന് പറഞ്ഞാൽ ഇജ്ജ് മനുഷ്യനല്ലേ? അല്ല ഇജ്ജ് മനുഷ്യനല്ലേ? ഇജ്ജ് മനുഷ്യനല്ലേ? ഒരാളോട് ആദ്യം സംസാരിക്കാൻ പഠിക്കും. എന്ത്? അല്ല ഇജ്ജിന്റെ എളാപ്പേ അതോ അമ്മാവനോ? അതെന്റെ വല്യപ്പേ. അനക്ക് എന്റെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കറിയാത്തൊന്നുമില്ല. ഇച്ച അസ്ലമെ, കോഴിക്കോടുള്ള മുഹമ്മദ് അസ്ലമെ അന്ന് എനിക്കറിയാം. മറുപടി കൊടുക്കണ എനിക്കെന്ത് വിവരമുള്ളത്? അപ്പൊ എനക്ക് പിന്നെ ഇതിന്റെ തെളിവ് വേണ്ടേ? കുത്തുബയുടെ തെളിവ് വേണ്ടേ? എന്ത് കുത്തുബന്റെ തെളിവ്? എന്ത് കുത്തുബൻ ചോദിച്ചത്? പൊട്ടൻ ചോദ്യമാണോ? അസ്ലമേ, ഇജ്ജ് പൊട്ടൻ ചോദ്യമാണ് ചോദിച്ചത്. അന്റെ മന്ദബുദ്ധിയിലുള്ള മറുപടി അല്ല എനിക്ക് വേണ്ടത്. കാക്കുന്റെ കുട്ടി കുറച്ചും കൂടി മുടിവെള്ളം കുടിച്ചിട്ട് മുടിവെള്ളം കുടിച്ച് എന്റെ ബുദ്ധി ഇപ്പൊ മരവിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി മുടിവെള്ളം കുടിച്ചിട്ട് എന്റെ ബുദ്ധി പറ്റപ്പോട്ടെ. എന്നിട്ട് ഇജ്ജിന്റെ അടുത്ത് ചോദിക്കുന്നത് മലയാളത്തിൽ കുത്തുബ ചെല്ലാൻ തെളിവുണ്ടോന്നാ ചോദിച്ചത്. എന്റെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ തമ്മാടിയല്ല, അല്ലേ? കാന്തപുരം അബൂബക്കറാണ് അല്ലേ? അല്ല, കാന്തപുരം അബൂബക്കർ എന്റെ നേതാവ്. പിന്നെ അവയാണ് എന്റെ അന്റെ നേതാവ് ഇപ്പൊ അല്ലേണ്. എന്ന് പോലെ എന്നെ നേതാവ് അല്ലേത്? എന്റെ നേതാവല്ല. എന്താ ഇജ്ജിപ്പോ ചോദ്യം ചോദിച്ചത് മാത്രല്ല, ഒരിക്കലും ഒരു സംശയം അസ്ലമേ, അബ്ദുൽ വഹാബ് എന്ന് പറയുന്നല്ലോ. ഇജ്ജ് കൂട്ടിയിട്ട് പൊച്ചിട്ടാണോ വലിച്ചത്? അല്ല, ഇജ്ജ് കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണോ വലിച്ചത്?
ഞാനൊന്നും കൂട്ടിയിട്ട് പിന്നെന്താണ് ഈ അള്ളാന്റെ നേതാവാന്ന് പറയുന്ന പോലെ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന തമ്മാടിയും കേമൗലിയും എന്നല്ല എന്റെ തലയിൽ. ആയിക്കോട്ടെ, അള്ളാന്റെ നേതാവാന്ന് പറയുമ്പോ അന്റെ ബുദ്ധി എന്താടോ? അള്ളെന്നെ സൃഷ്ടിച്ചത് അത് പറയാ, അന്റെ സൃഷ്ടാവാന്ന് പറയാ. എന്താണെന്നറിയോ, മുഹമ്മദ് വഹാബ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നോനെ തലേ കയറ്റി നടക്കണോനെ ഓരോ അസ്ലമേ ജി പിരാന്ത് ഇങ്ങനെ വിളിച്ചു തരണ്ട. ജി നേരത്തെ പറഞ്ഞു അള്ളാന്റെ നേതാവാണെന്ന്. ഞങ്ങളുടെയൊക്കെ സൃഷ്ടാവാണ് അല്ല, ഞങ്ങളുടെയൊക്കെ റബ്ബാണല്ല. ഇജ്ജ് നേരത്തെ ചോദ്യം ചോദിച്ചോ പൊട്ടത്തരാന്ന് സമ്മതിച്ചു. ഇജ്ജിപ്പോ അല്ല നേതാവാന്ന് പറഞ്ഞ് പൊട്ടത്തരാന്ന് സമ്മതിച്ചു. ഇനിയിപ്പോ എന്താ ഇജ്ജ് സമ്മതിച്ചാള്? ഇതല്ല ഞങ്ങളുടെയൊക്കെ റബ്ബാണല്ല. ഇജ്ജ് നേരത്തെ ചോദ്യം ചോദിച്ചോ പൊട്ടത്തരാന്ന് സമ്മതിച്ചു. ഇജ്ജിപ്പോ അല്ല നേതാവാന്ന് പറഞ്ഞ് പൊട്ടത്തരാന്ന് സമ്മതിച്ചു. ഇനിയിപ്പോ എന്താ ഇജ്ജ് സമ്മതിച്ചാള്? ഇജ്ജ് കുറച്ചും കൂടി മുടിവെള്ളം കുടിച്ചിട്ട് വാ. ഇജ്ജ് കുറച്ചും കൂടി മുടിവെള്ളം കുടിച്ചിട്ട് വാ. മുടിവെള്ളം കുറച്ചും കൂടി കുടിച്ചിട്ട് വാ. അല്ല ഇജ്ജിപ്പോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുള്ള ആ മഹലിലാണ് ഇപ്പൊ സംസാരിക്കണേ. മുടിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൂടി കോമ്പിനേഷൻ ആവും. അപ്പൊ ഒന്നും കൂടി നമുക്ക് സംസാരിക്കാം. തെളിവ് സഹിതം വന്ന് കൊണ്ടാ തെളിവ് കൊണ്ടാ ഞാനെന്തിനു കേസ് കൊടുക്കണേ? ഏതോ കെ മൗലവി എന്തോ ചെയ്ത് ഞാനെന്തിനു കേസ് കൊടുക്കണേ? അതാ പറഞ്ഞേ അനുകൂലമായിട്ടാണ് ഫുള്ള് സംസാരിക്കുന്നത്. ഈ സൗദിന്റെ എച്ചില് വെച്ചിട്ടാ സംസാരിക്കുന്നത്. അതെ, ഇജ്ജിപ്പോ ഇന്ന മാന്യത പഠിപ്പിച്ച ഇജ്ജിപ്പോ ഞാൻ എച്ചില് നക്കിന്നൊക്കെ പറയണേ. മാന്യനാണ്ടോ ഈ യൂട്യൂബില് വലിയ മാന്യനാണ്ട. ഇന്നജ്ജ് കണ്ടത് കൂട്ടിക്കോ. ഇന്നജ്ജ് കണ്ടത് കൂട്ടിക്കോ. അന്നേം കൊണ്ട് കണ്ടത് കൂട്ടിക്കോ അസ്ലമേ. ഇത് ചെയ്യാൻ പറ്റുന്ന ഈ ഫോണിൽ വിളിച്ചിട്ട് ഇജാതി പോട്ടപ്പോയത്തം ഇത് പറയാനല്ലാതെ അന്യം കൊണ്ടൊക്കെ എന്തിനു കഴിയും? ഞാൻ പറഞ്ഞതിന് അവിടെ മറുപടി പറയേ. ആരെ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? എന്റെ വല്യപ്പ ഇളാപ്പ ആരേലോ? ഈ കുറെ നേരമായല്ലോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞവനാണ് ഈ വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കി. അതന്നെയാണ് IS പറയുന്നതും ബൊക്കെ ഹറാം എന്ന് പറയുന്നതും അന്താരാഷ്ട്ര തീവ്രവാദം, ലോക തീവ്രവാദം ഉണ്ടാകുന്ന എവിടുന്ന നജിദ്. അത് ശരി, നജിദ് ഉറപ്പല്ലേ? അതെവിടെയാണ്? നജിദ് എവിടെയാണ്? നജിദ് എവിടെ? സൗദിയില്. സൗദിയിൽ എവിടെയായിട്ട് വരും? ഇയാളെ കോഴിയാക്കല്ലോ. ഇജ്ജ് പറഞ്ഞ കോഴിയാക്കേണ്ട ആവശ്യമുണ്ട്. ഇജ്ജ് കോഴി തന്നെയല്ലേ? കോഴിക്കോടത്തെ മുഹമ്മദ് അസ്ലമ ഇജ്ജ് കോഴിയാണെന്നുള്ളത് ഇജ്ജ് പറയണ്ട. അവിടെ നാട്ടുകാർ മൊത്തം പറഞ്ഞു നടക്കണ്ട. അത് വിട്. ഇജ്ജ് കോഴിയാണെന്നുള്ളതിന് ഇനിയിപ്പോ അതിന് തെളിവൊന്നും വേണ്ട. അതിന് ഖുർആനും ഹദീസും മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസൊന്നും വേണ്ട. പറ ആ കോഴി പറ ഇജ്ജ് പറ. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തോ തെളിവുണ്ടോ? എങ്ങനെ? ഇവിടെ സുന്നൽ ഉണ്ടാക്കിയ കോഴിക്കോട് സിറ്റിയിൽ 11ഓളം പള്ളികൾ പിടിച്ചെടുത്തിരിക്കണ. ആരാ പിടിച്ചിരിക്കുന്നത്? വഹാബികളോ? തിരിച്ചു പിടിച്ചോ? ഞാനെന്ത് ചെയ്യണം? അപ്പൊ എന്റെ നാട്ടില് ഈ കോഴിക്കോടത്തെ കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ മണ്ണാർക്കാട്ടുകാരാണ്. കോഴിക്കോടത്തെ പള്ളി ആരെങ്കിലും പിടിച്ചോണ്ടേക്ക് വെച്ച് ഞാൻ എന്തായാലും ചെയ്യണം? ഈ അണക്ക് കൈവിണ്ട് ചെച്ച് പോയി പിടിച്ചേ. അതല്ലടോ മറുപടി. അതന്നെ മറുപടി അറിയാം. അന്റെ നാട്ടിലത്തെ പള്ളി അന്റെ നാട്ടിലത്തെ പള്ളി പിടിച്ചിന് ഞാൻ എന്തിനാ ഫത്വ പറയണു? ഇന്റെ നാട്ടിലത്തെ പള്ളി ഞങ്ങളുടെ പള്ളി ആരെങ്കിലും പിടിച്ചാൽ വന്നവരെ കുതികാലി ഞാൻ തച്ചൊടിച്ചു. അതിനാണ് ആംബിയറില്ലാണ്ട് ഇപ്പൊ ഇരുന്നിട്ട് ഫത്വാറെ മൻസൂർ മണ്ണാർക്കാടെ ഫത്വാറെ അല്ലേ? കോഴിക്കോട് ആരോ പള്ളി പിടിച്ചോണ്ടായി മൻസൂർ മണ്ണാർക്കാടെ ഫത്വാറെ എന്ന് പറഞ്ഞാൽ എന്ത് വിഡിത്താണ് ഇപ്പൊ ജി ചോദിക്കുന്നത്? മണ്ണാർക്കാടത്തെ പള്ളി ആരെങ്കിലും പിടിച്ചോണ്ടായി ഞാൻ മുമ്പിൽ ഉണ്ടാവുള്ളൂ. അതിന് ചെയ്താനും ഞാൻ ഉണ്ടാവും. അതിന്റെ അപ്പുറത്തുള്ള മുസ്ലിം അലിച്ച് മുസ്ലിം അല്ലേ? അല്ല കോഴിക്കോടത്തെ കാര്യം നോക്കാൻ ഇജ്ജ് മുസ്ലിം അല്ലേ? ഞാൻ ഈ മണ്ണാർക്കാട് നിന്ന് വന്നിട്ട് വേണോ കോഴിക്കോട് കാര്യം നോക്കാന്? എന്താണ് അസ്ലമേ ജി തീട്ടന്തീനി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇച്ചൊരു മാന്യമായിട്ടുള്ള വർത്താനം പറയേ. കോഴിക്കോട് ആരെങ്കിലും പള്ളി എടുത്തോണ്ടേക്കൊണ്ടു കൊണ്ടുവന്ന് വെക്കട അവിടെ പള്ളി എന്ന് പറയണ്ടേ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരിച്ചുപോയി. അത് അതിന്റെ പാട്ടിന് പോട്ടിടോ. ഇച്ചു ഞാനിപ്പോ ഹയാത്തില്ലേ അങ്ങോട്ട് വാ. ശരി. എനിക്കറിയില്ലായിരുന്നു. പറയാം. അപ്പൊ എന്റെ കാന്തപുരം അബൂബക്കർ ഉണ്ടാക്കണത് കാന്തപുരത്തിന്റെ മുടിവെള്ളം കുടിച്ച ആളല്ലേ? ആര് മുടിവെള്ളം? ഞാൻ മുടിവെള്ളം ഇതുവരെ കുടിച്ചില്ല. വെല്ലൂരിന്ന് കൊണ്ടുവരുന്ന മുടിവെള്ളം കുടിച്ചല് കാസിമി മുടിവെള്ളം കുടിച്ചലുണ്ടോ? ഞാൻ മുടിവെള്ളം കുടിച്ചിട്ടില്ല. മർക്കസ് ഇപ്പൊ കോഴിക്കോടുള്ള മർക്കസിലുള്ള ആ മുടി ഒറിജിനലാണോ?
ആര് മർക്കസിൽ അഞ്ച് കോഴിക്കോട് അന്റെ അടുത്തല്ലേ? അല്ല അല്ല അസ്ലമേ ചുഴലി അവിടെ നിക്കട്ടെ. ആ കോഴിക്കോട് മർക്കസിൽ ഇരിക്കുന്ന മുടി ഒറിജിനൽ ആണോ? എനിക്കറിയില്ല, അതെന്തുകൊണ്ട് അന്വേഷിച്ച? ഇല്ല അങ്ങനെ പറയാൻ പാടില്ല. അന്റെ ചുറ്റുവട്ടത്ത് ഒരാള് റസൂലുള്ളാന്റെ മുടി കൊടുത്തിട്ടുണ്ട്, അത് ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് അനക്കറിയില്ല എന്നാ പറഞ്ഞത്. എന്താ അസ്ലമേ ജി ഈ ജാതി വർത്താനം? അന്നമാരിയുള്ള ചോദ്യം അല്ലല്ലോ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ പൊട്ടത്തരാണ് ഈ പറയല്. പൊട്ടത്തരം ചോദിച്ചു ജനതിൽ സമ്മതിച്ചതല്ലേ? ഞാനിത് അസ്ലമേ ഇതൊന്ന് കേട്ടോ. ഇതൊന്നാണ് ഇജ്ജ് ഞെട്ടുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഇജ്ജ് പൊട്ടത്തരം പറഞ്ഞു എന്നുള്ള ഇജ്ജനെ സമ്മതിക്കുന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നെയോ യൂട്യൂബിൽ ഈ ഫോൺ റെക്കോർഡ് വരും. അതൊന്നും വേണ്ട. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലോക തമ്മാടിയാണ്. അതിനോട് ഇങ്ങനെ പറയുന്നത് എന്റെ എളാപ്പി വല്യപ്പയൊന്നും അല്ലല്ലോ. അതാണോ പിൻപറ്റുന്നത്? ഓന്റെ തീട്ടാക്കി നക്കണേ, തീട്ടാ നക്കണേ. ഇത് റെക്കോർഡല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇജ്ജ് പൊട്ടത്തരം പറഞ്ഞു ജന സമ്മതിക്കുന്നതിലുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലഅനത്തുല്ലാഹി അലൈഹി, ലഅനത്തുല്ലാഹി അലൈഹി, ഇതൊക്കെ ഇത് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നതാണ്. കൂട്ടിയിട്ട് കത്തിച്ചിട്ട് റൂമിന്റെ ഉള്ളിൽ വാതിലും ജനലും അടച്ചിട്ട് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പുക വലിച്ചു കയറ്റിയിട്ട് അജ്ജു വന്നിക്കണത്. മുടിവെള്ളം കുടിച്ച ഹാങ് ഓവറിനെക്കാളും വലിയ ഹാങ് ഓവറിലാണ്. ഓക്കെ ഇൻഷാല്ലാ അന്റെ പീരാന്ത് ഇങ്ങനെ മൂക്കട്ടെ. കുറെ കഴിയുമ്പോ ചിലപ്പോ നടക്കും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന്